ഹലോ ട്രേഡേഴ്സ്, ട്രേഡിങ്ങിനെ പറ്റി എ ടു ഇസഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് നമുക്കൊരു ക്രിപ്റ്റോ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത് എന്നായിരുന്നു. അപ്പോൾ എല്ലാവരും അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓപ്പൺ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ക്രിപ്റ്റോ കറൻസി മേടിക്കാനോ വിൽക്കാനോ കഴിയുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം വന്ന ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വെറും 100 രൂപ കൊടുത്തുകൊണ്ട് തന്നെ ഒരു ബിറ്റ് കോയിൻ മേടിക്കാൻ സാധിക്കും എന്ന് നോക്കാം. അതിനായി ആദ്യം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരിക. വന്നതിന് ശേഷം ഇവിടെ തന്നെ നിങ്ങൾക്ക് ഹോം എന്ന് പറഞ്ഞിട്ട് താഴെ ബട്ടൺ കാണാം. അതുപോലെ തന്നെ മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ ഉണ്ട്. മറ്റ് 2 ഓപ്ഷൻസ് നോക്കണ്ട, അത് അവസാനം നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ ഒരു 3 ഭാഗങ്ങളാണ്. ഒന്നാമത്തത് ഹോം, രണ്ടാമത്തത് മാർക്കറ്റ്, മൂന്നാമത്തത് പോർട്ട്ഫോളിയോ. അപ്പോൾ നേരെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഹോമിലേക്ക് പോകുമ്പോൾ തന്നെ ആഡ് മണി എന്നൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആഡ് മണി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര എമൗണ്ട് ആണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത് ആ എമൗണ്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 100 രൂപയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 100 രൂപ കൊടുക്കുക. അതിനുശേഷം ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നെ യു പി ഐ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, യു പി ഐ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ആണ് ഞാനിവിടെ സെലക്ട് ചെയ്തത്. അതിനുശേഷം പേ, ഇവിടെ നമ്മുടെ യു പി ഐ ഡി ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പേ കൊടുക്കുക. അപ്പോൾ ഏത് ബാങ്ക് അക്കൗണ്ടാണോ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് അതേ ബാങ്ക് അക്കൗണ്ട് ത്രൂ മാത്രമേ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ ബാങ്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് ബാങ്കാണോ ഈ ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ 100 റുപ്പീസ് പേയ്മെൻറ്റ് നടത്താനായിട്ട് പോകുകയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് പോകും. ഇവിടെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഞാനപ്പോൾ 100 രൂപ ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഡെപ്പോസിറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും താഴെ ഗോ ടു ഹോം എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹോമിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫണ്ട് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫണ്ട് ഇവിടെ ഡെപ്പോസിറ്റ് ആയിട്ടുള്ളതായിട്ട് കാണാം. അത് ഇവിടെ കണ്ടോ, എൻ്റെ കയ്യിൽ 450 രൂപയോളം ഓൾറെഡി വാലറ്റ് ബാലൻസ് ആയിട്ടുണ്ടായിരുന്നു. പ്ലസ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത 100 രൂപയും കൂടെ ചേർത്ത് 551 രൂപ നിങ്ങൾക്ക് ഇവിടെ കാണാം, വാലറ്റ് ബാലൻസിൽ കാണാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഒരു ക്രിപ്റ്റോ കറൻസി മേടിക്കാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ തന്നെ താഴെ നമുക്ക് മാർക്കറ്റ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. മാർക്കറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്ത് എന്തുണ്ട്, ബിറ്റ് കോയിൻ ഉണ്ട്, എതേറിയം ഉണ്ട്, അതുപോലെ തന്നെ XRP ഉണ്ട്, BNB ഉണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ക്രിപ്റ്റോ കറൻസീസിനെയും നമുക്കിത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് മേടിക്കാനാണ് വന്നത്, ബിറ്റ് കോയിനെ മേടിക്കാനാണ് വന്നിട്ടുള്ളത്. BTC, ബിറ്റ് കോയിൻ്റെ സിമ്പിളാണ് BTC എന്ന് പറയുന്നത്. എതേറിയം എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ക്രിപ്റ്റോ കറൻസി നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിന് ETH, അതിൻ്റെ സിമ്പിളായിട്ട് വരുന്നത് ETH ആണ്. അതുപോലെ തന്നെ XRP ഉണ്ട്, റിപ്പിൾ ആണ്, BNB തൊട്ട് താഴെ തന്നെ അതിൻ്റെ ഫുൾ നെയിം എഴുതിയിട്ടുണ്ടാവും. ബിനാൻസ് കോയിൻ ഉണ്ട്, SOL സൊലാന ഉണ്ട്, അതുപോലെ തന്നെ TRX ട്രോൺ ഉണ്ട്, ഡോജ് കോയിൻ ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് 1 2 3 4 5 എന്ന ലെവലിൽ തന്നെ പ്രധാനപ്പെട്ട എല്ലാ കോയിൻസിനെയും അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസീസിനെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നു, ബിറ്റ് കോയിനാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, BTCയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ താഴെ ബൈയും സെല്ലും 2 ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. അപ്പോൾ ബൈ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത്. ഏറ്റവും മേളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ BTC, അപ്പോൾ ഒരു ബിറ്റ് കോയിൻ്റെ വില നമുക്കിവിടെ കാണാം 80,26,274.99 പൈസയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് ഒന്നും വേണ്ട നമുക്ക് ബിറ്റ് കോയിൻ മേടിക്കാനായിട്ട്. ഒരു ബിറ്റ് കോയിൻ്റെ റേറ്റാണ് ആ കാണുന്നത്. നമുക്ക് 0.000 സംതിങ് മാത്രം മതിയാകും. അതായത് 100 രൂപ കൊടുത്തുകൊണ്ട് ചെറിയൊരു പോർഷൻ മാത്രം നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ലിമിറ്റ്, SIP ഇതെന്താണ് എന്ന് നമ്മൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നിലവിൽ ഉള്ള വില, ഇപ്പോൾ മേളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള വില കാണാം 80,26,274. ഈ ഒരു പ്രൈസിൽ തന്നെ 100 രൂപയ്ക്ക് ബിറ്റ് കോയിൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ 100 റുപ്പീസ് കൊടുക്കുക. എത്ര രൂപയ്ക്കാണോ നിങ്ങൾക്ക് മേടിക്കേണ്ടത് ആ എമൗണ്ട് അവിടെ കൊടുക്കുക. അതിനുശേഷം ബൈ BTC കൊടുക്കാവുന്നതാണ്. ഇൻസ്റ്റൻറ്റ് വളരെ സിമ്പിളാണ്. നിലവിൽ എത്രയാണോ ബിറ്റ് കോയിൻ്റെ വില ആ വിലയ്ക്ക് തന്നെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റൻറ്റ് ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതേസമയം നമുക്കിവിടെ ലിമിറ്റ് ഓർഡർ കാണാം. ലിമിറ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ താഴെ നോക്കുവാണെങ്കിൽ ലിമിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ലിമിറ്റ് പ്രൈസ്, ഇപ്പോൾ 80 ലക്ഷം രൂപയിലാണ് കിടക്കുന്നത്. പക്ഷേ എനിക്ക് ഒരു 79 ലക്ഷം രൂപയിലേക്ക് എത്തിയാൽ മേടിക്കാം എന്ന രീതിയാണ് എൻ്റെതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, 79 ലക്ഷം രൂപയിൽ വേണമെങ്കിൽ എനിക്കൊരു ലിമിറ്റ് സെറ്റ് ചെയ്തിടാം. ഓക്കെ, ഞാനിവിടെ 79 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കിവിടെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ എപ്പോഴാണോ
80 ലക്ഷത്തിൽ നിന്ന് വിലയിടിഞ്ഞ് 79 ലക്ഷം രൂപയിലേക്ക് എത്തുന്നത്, ആ സമയത്തായിരിക്കും 100 രൂപയുടെ എൻ്റെ ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആകുന്നത്. അതുവരെ ഇതൊരു പെൻഡിങ് ഓർഡർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. എപ്പോഴാണോ 80 ലക്ഷത്തിൽ നിന്ന് 79 ലക്ഷത്തിലേക്ക് എത്തുന്നത്, ആ സമയത്തെ ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആകത്തുള്ളൂ. അതുവരെ ഒരു പെൻഡിങ് ഓർഡർ ആയിരിക്കും. നിലവിലുള്ള വിലയ്ക്ക് മേടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഇൻസ്റ്റൻറ്റ് ഓർഡർ ഇതിപ്പോൾ തന്നെ മേടിക്കും. 100 രൂപയൊക്കെയാണ് മേടിക്കേണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇൻസ്റ്റൻറ്റ് ക്ലിക്ക് ചെയ്യുക, ബൈ BTC കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്ക് മേടിക്കാൻ കഴിയും. SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അതായത് മന്ത്ലി നിങ്ങൾക്ക് സാലറിയുടെ ഒരു ചെറിയ പോർഷനൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ SIP ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ SIPയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അതായത് മന്ത്ലി EMI പിടിക്കത്തില്ലേ, ആ ഒരു രീതിയിലാണ് SIP വർക്കൗട്ട് ആകുന്നത്. നിങ്ങൾക്ക് ലോങ് ടൈം 5-10 വർഷത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ 100 രൂപ വെച്ച് വേണമെങ്കിലും SIP സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. മന്ത്ലി 100 രൂപ വെച്ച് ബിറ്റ്കോയിൻ മേടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഈ ഒരു SIP എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മേടിക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റിലാണ്. ഇൻസ്റ്റൻറ്റിൽ 100 രൂപയ്ക്കാണ് ഞാൻ മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 100 റുപ്പീസ് അവിടെ കൊടുക്കുന്നു. അതിനുശേഷം ബൈ BTC കൊടുക്കുന്നു. യെസ്, എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. 100 രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ബിറ്റ്കോയിൻ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, 100 രൂപയ്ക്ക് ഞാൻ ബിറ്റ്കോയിൻ മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് പോവുക. ഇനി നമ്മൾ മേടിച്ച ആ ഒരു ബിറ്റ്കോയിൻ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്, ഇപ്പോൾ കറണ്ട് വാല്യൂ എത്രയാണ്. അപ്പോൾ നമ്മൾ മേടിച്ച ബിറ്റ്കോയിൻ 0.00 സംതിങ് ചെറിയൊരു പോർഷനാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പോർട്ട്ഫോളിയോയിലാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ക്രിപ്റ്റോ കറൻസീസ് മേടിച്ചിട്ടുണ്ട്. എതേറിയം, അതുപോലെ തന്നെ സൊലാന, അതുപോലെ ഡോജ് കോയിൻ, ഇതൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു പോർട്ട്ഫോളിയോയിലാണ്. ഇനി നിങ്ങൾക്ക് വിൽക്കണമെന്ന് കരുതുക. ഓക്കെ, ഈ ഒരു ബിറ്റ്കോയിൻ എനിക്ക് വിൽക്കണം. എന്ത് ചെയ്യുക? ജസ്റ്റ് ഈ ബിറ്റ്കോയിനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ നമുക്ക് സെല്ലെന്ന ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. സെല്ല് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ലിമിറ്റ് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മുഴുവൻ ബിറ്റ്കോയിനും എനിക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ മാക്സ് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, മാക്സ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതേസമയം എൻ്റെ കയ്യിൽ 50% എനിക്ക് വിൽക്കണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50% കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മാക്സ് കൊടുക്കുന്നു, സെൽ BTC കൊടുക്കുന്നു. ദേ, എൻ്റെ ഓർഡർ എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ക്രിപ്റ്റോ കറൻസി മേടിക്കാനും വിൽക്കാനും സാധിക്കുന്നത്. ഇനി ബാക്ക് ടു നമ്മുടെ ഹോം പേജിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിറ്റ്കോയിൻ എല്ലാം പോയിട്ടുണ്ട്. പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല, 0. അതായത് നമ്മളിപ്പോൾ ബിറ്റ്കോയിൻ മേടിച്ചു, അതുപോലെ തന്നെ ആ ബിറ്റ്കോയിൻ വിറ്റ് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോയിലൊന്നും കാണിക്കത്തില്ല. അപ്പോൾ നമ്മൾ മേടിക്കുന്ന ഓരോ ക്രിപ്റ്റോ കറൻസീസും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പോർട്ട്ഫോളിയോയിലാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് തന്നെ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ക്രിപ്റ്റോ കറൻസികൾ മേടിക്കാനും വിൽക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണമെന്ന് കരുതുക. വിഡ്രോ ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാണ്. നേരെ ഏറ്റവും മേളിൽ റൈറ്റ് സൈഡിൽ മേളിൽ നോക്കുകയാണെങ്കിൽ ഒരു പേഴ്സിൻ്റെ സിമ്പിൾ കാണും. ആ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് വിഡ്രോ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. വിഡ്രോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്ര എമൗണ്ടാണ് എനിക്ക് വിഡ്രോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 100% കൊടുക്കുകയാണ്. 100% ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം വിഡ്രോ കൊടുക്കുക, കൺഫേം കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പിൻ നമ്പർ ചോദിക്കുക. പിൻ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്കൊരു OTP വരും. ആ ഒരു OTP ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മെയിലിലായിരിക്കും ആ ഒരു OTP വന്നിട്ടുണ്ടാകുക. ഓക്കെ, അതിനുശേഷം വെരിഫൈ OTP കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിഡ്രോയിൽ പെൻഡിങ് ആയിട്ട് കിടക്കും. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആകുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും ക്രിപ്റ്റോ കറൻസികൾ മേടിക്കാനും വിൽക്കാനും പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിഡ്രോ ചെയ്ത് എടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, ഒരു ക്രിപ്റ്റോ കറൻസി എങ്ങനെ മേടിക്കാം വിൽക്കാം, ഡെപ്പോസിറ്റും വിഡ്രോവലും ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എപ്പോഴാണ് ഒരു ക്രിപ്റ്റോ കറൻസി മേടിക്കേണ്ടത്, എപ്പോഴാണ് ഒരു ക്രിപ്റ്റോ കറൻസി ശരിക്കും പറഞ്ഞാൽ വിൽക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇനി വരുന്ന സെഷനിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന ഓരോ സെഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ടെക്നിക്കൽ അനാലിസിസിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിലൂടെ എപ്പോഴാണ് ഒരു ക്രിപ്റ്റോ കറൻസി മേടിക്കേണ്ടതെന്നും എപ്പോഴാണ് ഒരു ക്രിപ്റ്റോ കറൻസി വിൽക്കേണ്ടതെന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വരുന്ന സെഷനിൽ കാണാം. കൃത്യമായിട്ട് എല്ലാവരും നോട്ടിൽ എഴുതി പോവുക. അതുപോലെ ടെക്നിക്കൽ അനാലിസിസ് അത്ര അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് നോട്ടിൽ നോട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുക. അപ്പോൾ ഇനി വരുന്നൊരു സെഷനിൽ നമുക്ക് കാണാം. താങ്ക്